ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും തന്നെ വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളാണ് കേട്ടോ. പ്രത്യേകിച്ച് വീട്ടമ്മമാരുടെ വലിയൊരു തലവേദനയ്ക്കുള്ള പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഷെയർ ചെയ്യുന്നത്. അതുപോലെ കുക്കുംബർ കൊണ്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. ആദ്യത്തെ ടിപ്പ്, നമ്മൾ അച്ചാറൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അതുപോലെ എണ്ണ കുപ്പിക്കകത്തുനിന്ന് എണ്ണ തീർന്നു കഴിയുമ്പോൾ അതൊക്കെ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാറുണ്ടല്ലേ. കയ്യിൽ എണ്ണമെഴുക്കൊക്കെ പറ്റാറുണ്ട്. അപ്പോൾ കയ്യിലൊന്നും ഒട്ടും തന്നെ പറ്റാതെ ആ എണ്ണമെഴുക്കൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ പറയുന്നത്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന അച്ചാറിൻ്റെ ഒഴിഞ്ഞ പാത്രമാണ്. അതിനകത്തേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം ഞാൻ ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഇനി അതിനകത്തേക്ക് 2 തുള്ളി ലിക്വിഡ് ഡിഷ് വാഷും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെയുള്ള ഉള്ളിയൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന കവറുണ്ടല്ലോ, ആ കവറിൽ ഒരെണ്ണം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഷേക്ക് ചെയ്തെടുത്താൽ മതി. അതിനകത്തുള്ള എല്ലാ അഴുക്കും ആ കവറിലേക്ക് പറ്റി പിടിക്കുന്നതാണ്. പിന്നീട് നമ്മൾ വാഷ് ചെയ്തെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ആ അടപ്പിലുണ്ടായിരുന്ന അഴുക്ക് വരെ പോയി കിട്ടുന്നതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് നമ്മൾ പൈപ്പിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തിരുന്നാൽ മാത്രം മതി. കുപ്പി നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇനി നിങ്ങളുടെ കയ്യിൽ ഇതുപോലെയുള്ള കവർ ഇല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. അതിനകത്തേക്കും എണ്ണ നല്ലപോലെ അബ്സോർവ് ചെയ്ത് പിടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഓയിൽ എടുക്കുന്ന ബോട്ടിൽ നമുക്ക് ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഇനി ഉള്ളിയൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന കവർ കളയാതെ സൂക്ഷിച്ച് വെച്ചോളൂ. ഇതുപോലെ നമുക്ക് യൂസ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ പൈപ്പിൻ്റെ അടിയിൽ പിടിച്ചിരുന്നാൽ മാത്രം മതി. നല്ല ക്ലീൻ ആയിട്ട് കിട്ടും, ഒട്ടും എണ്ണമെഴുക്കില്ലാതെ. നമ്മൾ സ്ക്രബൊക്കെ ഉപയോഗിച്ച് കഴുകിയെടുക്കുന്ന സമയത്ത് പിന്നീട് നമുക്ക് സ്ക്രബ് കഴുകിയെടുക്കേണ്ടതും ഒരു പണിയാണ്. അപ്പോൾ ഇതുപോലെയുള്ള കവർ വേസ്റ്റ് ആയിട്ടിരിപ്പുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പ്, നമ്മൾ പുതിയ ഏതെങ്കിലും പാത്രം വാങ്ങുമ്പോൾ അത് ഇതുപോലെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാവും അല്ലേ, അത് പൊളിച്ചെടുക്കാനുള്ള ഒരു കിടിലിന ട്രിക്കാണ് കേട്ടോ ഇത്. ഇതുപോലെ ഒരു തവ അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ പാത്രം വെച്ച് കൊടുത്തിരുന്നാൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് ആ സ്റ്റിക്കർ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അടുപ്പിലേക്ക് ഗ്യാസിലേക്ക് കാണിച്ചു കൊടുത്തിട്ട് നമുക്കിത് ചൂടാക്കിയെടുക്കാം. അങ്ങനെ ചേർക്കുമ്പോൾ ചില പാത്രങ്ങൾ പെട്ടെന്ന് ഡാർക്ക് കളറായി പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു തവ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ പ്രശ്നം ഉണ്ടായിരിക്കുന്നതല്ല കേട്ടോ. അപ്പം പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇത് 2 സൈഡിലുള്ള സ്റ്റിക്കറും ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് ചൂടൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ തന്നെ ഇത് കിട്ടുന്നതാണ്. അടുത്ത ടിപ്പ്, കുറച്ച് നാൾ നമ്മൾ കുരുമുളകൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് വേഗം തന്നെ കുത്തം പിടിച്ച് പോകുന്നത് കാണാം, അല്ലെങ്കിൽ ചെറിയ പ്രാണികളൊക്കെ ഇതിനകത്ത് വരുന്നത് കാണാം. അത് വരാതിരിക്കാനുള്ള 1-2 ടിപ്പാണ് കേട്ടോ പറയുന്നത്. ഒന്ന്, നമ്മൾ വറ്റൽമുളക് എടുത്തിട്ട് അതൊന്ന് നടുവേ തുറന്നിട്ട് അതിനകത്തുള്ള അരി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ വറ്റൽമുളകിൻ്റെ അരി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. കുരുമുളക് അതിനകത്ത് പ്രാണികളൊന്നും പിടിക്കത്തില്ല. അതുപോലെ തന്നെ ഇത് പൊടിഞ്ഞ് കുത്തനൊന്നും പിടിച്ചു പോകാതെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ കുരുമുളകിൻ്റെ അളവനുസരിച്ച് 1-2 മുളക് എടുത്തിട്ട് അതിൻ്റെ അരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്തിരുന്നാൽ മതിയേ. ഇനി കുരുമുളക് സൂക്ഷിക്കാനുള്ള വേറൊരു ടിപ്പ്, നമ്മൾ ഉണക്കി സൂക്ഷിക്കുന്ന കുരുമുളകാണെങ്കിലും നമ്മൾ ഒന്നും കൂടെ കഴുകിയിട്ട് വെയിലത്ത് വെച്ച് നല്ലോണം ഒന്ന് ഉണക്കിയെടുത്തിട്ട് ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കുത്തം പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ആ പുതുമയോടുകൂടി തന്നെ കുരുമുളക് ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് രണ്ടും ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുരുമുളകൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് കാലം നമുക്ക് കേടൊന്നും കൂടാതെ കുരുമുളക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അടുത്ത ടിപ്പ് കുക്കുംബർ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നമുക്ക് വലിയൊരു തലവേദനയായിട്ടുള്ള ഒരു പ്രശ്നം ഈ കുക്കുംബർ വെച്ചിട്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കുംബർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 അറ്റവും ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. 2 അറ്റവും മുറിച്ചിട്ട് അതിൻ്റെ തൊലി ഒന്ന് പീല് ചെയ്തെടുക്കാം. അപ്പോൾ ഈ 2 അറ്റം ഉപയോഗിച്ചിട്ടും അതുപോലെ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഇതിൻ്റെ തൊലി വെച്ചിട്ടും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നമ്മുടെ വീട്ടിൽ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും അവരുടെ കയ്യിൽ പേനയോ പെൻസിലോ കളർ പെൻസിലോ ഒക്കെ ഉണ്ടാവില്ലേ, അതെല്ലാം വെച്ചിട്ട് അവർ ഭിത്തിയിലൊക്കെ വരയ്ക്കാറും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരുപാടായി കഴിയുമ്പോൾ നമുക്ക് റൂമൊക്കെ വൃത്തികേടായിട്ട് തന്നെ തോന്നും. അത് നല്ല ക്ലീനാക്കി വെക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല അടിപൊളി ടിപ്പാണ് കേട്ടോ. ഒരു പൈസ ചിലവും ഇല്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ തൊലി മാത്രം മതി, അല്ലെങ്കിൽ ഇതുപോലെ മുറിച്ച് കളയുന്ന 2 അറ്റം മതി. അതല്ല, ചില സമയത്ത് വാടിയൊക്കെ പോകുന്ന കുക്കുംബർ ഉണ്ടെങ്കിൽ അതൊന്നായിട്ട് ജ്യൂസ് അടിച്ച് എടുക്കാവുന്നതാണ്. എന്നിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പം പെൻസിലിൻ്റെയും പേനയുടെയും അതുപോലെ കളർ പെന്നിൻ്റെയും കറ മാറ്റിയെടുക്കുന്നതാണ് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ കുത്തി വരച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് നമുക്ക് റബ്ബർ വെച്ച് മായ്ച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാഞ്ഞു കിട്ടുമല്ലേ.
അപ്പോൾ ഇതുപോലെ മായാതെ നിൽക്കുന്ന കറയാണെങ്കിൽ കുക്കുംബറിൻ്റെ തൊലി വെച്ചിട്ടൊന്ന് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഉരച്ചു കൊടുത്തിരുന്നാൽ മതി. പെട്ടെന്ന് തന്നെ അത് മാറി കിട്ടുന്നതാണ്. പെയിൻറ് ഇളകി വൃത്തികേടാകുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരിക്കും അല്ലേ? ഒരു ടെൻഷനും വേണ്ട, നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഇരിക്കുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒരു കളർ ചേഞ്ച് വരുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്തതിന് ശേഷം ഒരു നനഞ്ഞ ടവൽ വെച്ചിട്ടൊന്ന് തുടച്ചും കൂടെ കൊടുത്തിരുന്നാൽ മതി. അത് ഉണങ്ങി കഴിയുമ്പോൾ സാധാരണ പെയിൻറ്റിൻ്റെ കളർ തന്നെയായിരിക്കും, ഒരു നിറവ്യത്യാസം അവിടെ ഉണ്ടായിരിക്കുന്നതല്ല കേട്ടോ. അപ്പോൾ ഇനി കൊച്ചുമക്കളൊക്കെ ഇതുപോലെ വരച്ച് വെക്കുവാണെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് കുക്കുംബർ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് വെക്കാവുന്നതാണ്. ഇത് നല്ലപോലെ ഒരച്ചു കൊടുക്കുമ്പോൾ തന്നെ അറിയാം നല്ലപോലെ അത് ഇളകി വന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു കറുപ്പ് കളറ് പെൻസിലിൻ്റെ അവിടെ ഇരിപ്പുണ്ട്, അത് തുടയ്ക്കുമ്പോൾ അങ്ങ് പോയിക്കോളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മൾ വേറെ സോപ്പോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ വെറുതെ ഒരു ടവൽ നനച്ചിട്ടൊന്ന് തുടച്ചു കൊടുത്തിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഇത് ഞാനിതുപോലെ നനഞ്ഞ ഒരു ടവൽ വെച്ചിട്ട് തുടച്ചു കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കളർ ചേഞ്ച് അത് ഉണങ്ങി കഴിയുമ്പോൾ സാധാരണ കളറായിട്ട് മാറുന്നതാണ്. അപ്പോൾ ഇതുപോലെ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ പെയിൻ്റ് ഒന്നും ഇളകി പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ ഞാൻ പേന വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പേന വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് ക്ലീൻ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ പീല് വെച്ചിട്ടൊന്ന് ഉരച്ചെടുക്കുകയാണെങ്കിൽ ആ മഷി ഉണങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ അറ്റം വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയതാണ്. പക്ഷെ അതിനേക്കാളും എളുപ്പം ഇതുപോലെ പീല് വെച്ചിട്ട് തൊലി വെച്ചിട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണങ്ങിയ തൊലി ആയിരിക്കരുത്, അതിലൊരു നനവുണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം പഴയ കുക്കുംബറൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ഒന്ന് ഇതുപോലെ തേച്ച് കൊടുക്കാം. മാത്രമല്ല നമ്മളിതിൻ്റെ തൊലി വെച്ചിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ വേറൊരു കുഴപ്പവും വരില്ല കേട്ടോ, പെയിൻ്റൊന്നും ഇളകില്ല. ഇത് നല്ലപോലെ ക്ലീൻ ആയിട്ട് പേനയുടെ കറയും മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചില സമയത്ത് ബ്രഷൊക്കെ വെച്ചിട്ട് പേസ്റ്റോ ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ഭിത്തിയിൽ നമ്മൾ ഉരച്ച് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ കളർ ഇളകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് പെയിൻറ്റ്. അപ്പോൾ ഇതങ്ങനെയൊന്നും വരുമല്ല. ഇനി ഞാൻ ചെയ്ത് കൊടുക്കുന്നത് സ്കെച്ച് പെന്നിൻ്റെ കളറാണ് കേട്ടോ. അതും നല്ലപോലെ ഉരച്ച് കൊടുത്താൽ മാത്രമേ മാറി കിട്ടുകയുള്ളൂ കേട്ടോ. സ്കെച്ച് പെന്നിൻ്റെ പേനയും പെൻസിലും നമുക്ക് എളുപ്പം മാറി കിട്ടുന്നുണ്ട് കളറ്. പക്ഷേ സ്കെച്ച് പെന്നിൻ്റെ കുറച്ചും കൂടെ ഡാർക്ക് കളറായതുകൊണ്ട് കുറച്ച് സമയം നമ്മളൊന്ന് ഉരച്ച് കൊടുക്കണമെന്ന് മാത്രം. എന്നാലും നല്ല ക്ലിയർ ആയിട്ട് തന്നെ മാറി കിട്ടുന്നതാണ്. ഇനി കുട്ടികൾ വീട്ടിൽ ഇതുപോലെ ഭിത്തിയിലൊക്കെ സ്കെച്ചോ പെൻസിലോ പേനയോ ഒക്കെ വെച്ചിട്ട് കുത്തി വരച്ചിടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. നല്ല 100% റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ആണ് റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് നിങ്ങളിലേക്ക് ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ചെയ്തിരുന്നതൊക്കെ നല്ലപോലെ ഉണങ്ങി വരുന്നുണ്ട്, ഒരു കളർ ചേഞ്ചും കാണുന്നില്ല. കണ്ടില്ലേ, പെയിൻറ്റിനൊന്നും ഒരു കളർ വ്യത്യാസവും വന്നിട്ടില്ല. അപ്പോൾ ഇത് ഉണങ്ങി വരുന്നതനുസരിച്ച് നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.